ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ദീപാവലി സമയം ഉണ്ടായിരുന്ന ഹെന്ന അപ്പോയിൻമെൻറ്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവിടെ ദീപാവലിയുടെ അപ്പോയിൻമെൻറ്റ്സ് ഞാൻ 2 ദിവസമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ. ഒരു ദിവസം ക്ലയൻറ്റ്സ് എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹെന്ന കോർണർ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലയൻറ്റിനും ആർട്ടിസ്റ്റിനും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ക്ലയൻറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടെ അതിന് വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു ടേബിളും ചെയറും ഒരു ലൈറ്റ് സെറ്റപ്പും മാത്രം ആണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ. ഒരു ടേബിളിലിരുന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ ക്ലയൻറ്റിനും ഇരിക്കാൻ പറ്റുക. കാരണം ക്ലയൻറ്റ് കുറേ നേരം കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് അവിടെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പില്ലോയും കൂടെ അവിടെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒരു ടേബിൾ ഒരു ഹാർഡ് സർഫസ് ആയ കാരണം കുറേ നേരം അവിടെ വെക്കുമ്പോൾ കൈ നമുക്ക് വേദനിക്കാൻ ചാൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിനും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ നെക്ക് സ്ട്രെയിനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പില്ലോ അവിടെ വെക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകും കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നെക്ക് സ്ട്രെയിൻ ചെയ്യാണ്ട് കുറച്ചും കൂടെ ഒരു ഐ ലെവലിൽ നമുക്ക് ഹെന്ന ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്ലയൻറ്റിനും കൈ വെക്കുന്ന സ്ഥലം ഒരു സോഫ്റ്റ് കുഷ്യൻ ആകുമ്പോൾ അവരും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കുന്ന വർക്കിൽ നിന്ന് മാക്സിമം കണ്ടൻറ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം കൂടുതൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും എൻക്വയറി വരിക. നമ്മൾ ഫോട്ടോസും വീഡിയോസായിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെയാണെങ്കിലും എനിക്ക് അപ്പോയിൻമെൻറ്റ്സ് വരുന്നത് കേട്ടോ കൂടുതലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കണ്ടൻറ് ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇത്രയും കൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഈ പില്ലോയുടെ മുകളിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു ഷോളോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സെയിം ഒരു വൈറ്റ് ഫർ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ വൈറ്റ് കളർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. സ്ഥിരം ഒരേ കളറുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫീഡ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെന്നയുടെ ഡാർക്ക് കളറിനായിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് അപ്പോയിൻമെൻറ്റ്സിന് പോകുമ്പോഴും ഈ ഷോൾ കയ്യിൽ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ അവിടുത്തെ ടേബിളിൻ്റെ കളർ ഏതാണെങ്കിലും ഇത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വിരിച്ചാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോസും വീഡിയോസും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ആർട്ടിസ്റ്റിനും ക്ലയൻറ്റിനും ഇരിക്കാൻ ആവശ്യമുള്ള ചെയർസാണ്. ആർട്ടിസ്റ്റിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്വിവൽ ചെയർ ആണ് കേട്ടോ. അതിൽ വീൽസ് ഉണ്ടാവും, റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് കൈൻ്റെ പല ഭാഗങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയറാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ അപ്പോയിൻമെൻറ്റ്സ് വരുന്ന സമയത്ത് ആർട്ടിസ്റ്റും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരുന്നാലാണ് നല്ല വർക്ക് നമുക്ക് ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റുക. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ലൈറ്റിംഗ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഐക്കിയയുടെ ടേർഷ്യൽ വർക്ക് ലാമ്പാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത് നിർബന്ധമല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു വിൻഡോ സൈഡിൽ ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ജനാല തുറന്നാൽ നാച്ചുറൽ ലൈറ്റ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും അങ്ങനത്തെ ലൈറ്റ് ഇല്ലാത്ത സമയത്തും അതുപോലെ രാത്രി കാലങ്ങളിലും ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലാമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ലൈറ്റിംഗ് നമ്മുടെ എടുക്കുന്ന ഫോട്ടോസിലും വീഡിയോസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഡിസൈനിലെ ടെക്സ്ചേഴ്സും അതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെ ഈ ലൈറ്റിംഗ് കാരണം കുറച്ചും കൂടെ നന്നായിട്ട് എടുത്ത് കാണിക്കും. ഈ ലൈറ്റിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ഡിസൈനിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ മൈലാഞ്ചി ആ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നന്നായി തിളങ്ങി നിൽക്കും. അപ്പോൾ കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. ഷാഡോസ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അധികം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അധികം ഫോട്ടോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫോട്ടോ നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു ഹെന്ന ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ മാത്രം പഠിച്ചാൽ പോരാ. സോഷ്യൽ മീഡിയയുടെ കാലമായ കാരണം നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ അറിയണം, വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പഠിക്കണം. ഏത് ആംഗിളിലാണ് വീഡിയോ എടുക്കേണ്ടത്, എങ്ങനെയാണ് ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, വീഡിയോസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഇൻസ്റ്റഗ്രാം അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒരു സമയമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെറ്റിലൊക്കെ നോക്കി വീഡിയോസൊക്കെ നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി വിഷ്വൽസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല എൻക്വയറീസ് വരിക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ലൈറ്റ് ടേബിളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാരണം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആംഗിൾസ് ഇങ്ങനെ നീക്കാൻ പറ്റുന്ന കാരണം
ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ലൈറ്റിനെ കൊണ്ടുവരാൻ പറ്റും. ഈ മോഡൽ വയർലെസ് അല്ല. വയർലെസ് ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ വയർലെസ് മോഡലിൽ ടേബിൾ ലാമ്പ് വരുന്നുണ്ടാവും. പിന്നെ ഒരു ടിഷ്യൂ ബോക്സും കൂടെ ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ടേബിളിൽ ചെയ്യുമ്പോൾ ഇതാണ് ഗുണം, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം സ്ഥലം ഉണ്ടാവും. പിന്നെ ക്ലയൻറ്റ് വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ ഫ്രീസറിൽ നിന്ന് ഹെന്ന കൂൺസും ഹെന്ന സിലിണ്ടൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ ക്ലയൻസിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കാറ്. ഇനി എനിക്ക് ക്ലയൻസ് വരുന്നതിന് മുന്നേ കുറച്ച് കൂൺസ് ഉണ്ടാക്കാനുണ്ട്. എനിക്കതിന് തലേദിവസം ഒരു ബ്രൈഡൽ ഹെന്ന അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റ് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ കോൺസ് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പിന്നില്ലാണ്ട് കോണ് റോൾ ചെയ്യണതെന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നില്ലാണ്ട് റോൾ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ഒരു ഇത്തിരി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എളുപ്പമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ആഡ് ചെയ്യാൻ. പിന്നെ ഞാൻ പെർത്തിലെത്തിയ വിശേഷങ്ങളും പിന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കമ്പാക്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായല്ലോ. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായി കേട്ടോ. കൂടുതലും എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഓരോ കമൻറ്റും വായിക്കുമ്പോൾ. അപ്പം ഇനി ഹെന്ന ക്ലാസ്സിന് ചേരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, പക്ഷേ ഓൺലൈനായിട്ട് നമുക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ്സൊക്കെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ക്ലാസ് ഓൺലൈൻ ആണെങ്കിൽ കൂടെ അവർ മൈലാഞ്ചി ഇടുന്ന രീതി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആ കമൻറ്റ്സൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ വർക്ക് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് സെപ്പറേറ്റ് ഒരു പേജ് ഉണ്ട്, മെഹസൂഖ് ഹെന്ന ക്ലാസ് എന്നാണ് പേര്. അപ്പോൾ ആ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വർക്ക് കണ്ടാലും നിങ്ങൾക്കൊരു ഐഡിയ വരും ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്താൽ എത്രത്തോളം ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ക്ലാസ്സിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഹെന്ന ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരും കേട്ടോ. അപ്പോൾ പുറത്ത് വെച്ച പൈപ്പിംഗ് ബാഗ് ഐസ് വിട്ടിട്ടുണ്ടായിട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ അത് കോണിലേക്ക് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് കൂടെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപ്പോയിൻമെൻറ്റിൽ നിന്ന് ബാക്കി വന്ന കോൺസ് ഞാൻ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ഈ പുതിയ റോൾ ചെയ്ത കോൺസിലേക്ക് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൽ 2 കോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി യൂസ് ചെയ്തിട്ട് പകുതിയായിട്ടുള്ള കോൺസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പുതിയ കോണിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. ഒരു ഫുൾ കോൺ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൈക്ക് കുറച്ചും കൂടി ഗ്രിപ്പും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യൂസ് ചെയ്ത പകുതിയായ കോണിലെ പേസ്റ്റൊക്കെ പുതിയ കോണിലേക്ക് ഫില്ല് ചെയ്യുന്നത്. സാധാരണ ഇവിടെ പേർത്തിൽ ആർട്ടിസ്റ്റുകളെല്ലാം 15 ഗ്രാം കോൺസാണ് കേട്ടോ സെയിലാക്കാറുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഇന്ന് തിരക്കുള്ള കാരണം ഞാൻ വലിയ കോൺസ് തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ സീലിംഗ് കുറച്ചും കൂടി ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട്. ചെറിയ കോൺസ് ആകുമ്പോൾ നമുക്ക് സെയിം ക്വാണ്ടിറ്റി പേസ്റ്റ് കൂടുതൽ കോൺസിൻ്റെ എണ്ണം കൂടുന്ന കാരണം ഒരുപാട് നേരം സീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 22 ഗ്രാംസാണ് തോന്നുന്നു ഏകദേശം നിറക്കുന്നത്. വെയിറ്റ് ഒന്നും നോക്കുന്നില്ല, കാരണം നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാനാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നത്തെ അപ്പോയിൻമെൻറ്റ്സിനും പിന്നെ നാളെ പുറത്ത് പോയിട്ട് ഒരു അപ്പോയിൻമെൻറ്റും കൂടെ ഉണ്ട്. അത് അവർ 7 പേർക്ക് വേണ്ടിയിട്ടുള്ള കോൺസും കൂടെ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പുറത്ത് അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത് എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. ഞാൻ ജസ്റ്റ് ഹെന്ന കോൺസും ഹെന്ന സീലൻറ്റും മാത്രമേ കൊണ്ടുപോകാറുള്ളത്. ബാക്കി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഞാൻ ക്ലയൻറ്റിൻ്റെ മെസ്സേജ് അയക്കും. നമ്മളൊരു ടേബിളിലിരുന്ന് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ ഒരു പില്ലോയും കൂടെ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓൾറെഡി ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. ചില സമയത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാറുണ്ട്. കാരണം ക്ലയൻറ്റിൻ്റെ വീട്ടിൽ നമ്മൾ മൈലാഞ്ചി ഇടുന്ന സ്ഥലം അവർ സെറ്റ് ചെയ്ത് തരുന്ന സ്ഥലത്ത് ചിലപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ റൂമിലുള്ള ലൈറ്റ്സോ കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഭംഗി കുറവ് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു നോർത്തിലൊക്കെ കുറച്ച് ഹെന്ന ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഒരു പോർട്ടബിൾ ലാമ്പും അവർ കൊണ്ടുപോകാറുണ്ട് അപ്പോയിൻമെൻറ്റ്സിന് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ എങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിതുപോലെ റിവ്യൂ സഹിതം വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയിട്ടൊരു 14 കോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള കോൺസ് മാത്രം പുറത്ത് വെച്ച് നാളത്തേക്കുള്ള കോൺസ് ഞാനിതുപോലെ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഹെന്ന സീലൻ്റ് കുറച്ചെൻ്റെ ഫ്രീസറിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ തീരുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്നത്തേക്കുണ്ട്, നാളെ പോകുമ്പോൾ വേറെ അന്ന് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം അൽഹംദുലില്ലാ എനിക്ക് 9 ക്ലയൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മണി തൊട്ട് അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. മിക്ക കുട്ടികളും കൈൻ്റെ പുറത്ത് മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. 2 പേരാണ് കൈൻ്റെ ഉള്ളിലും പുറത്തും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഒരാൾ മാത്രമാണ് വലിയ ഡിസൈൻ വേണമെന്ന് പറഞ്ഞത്. അതും ഒരു സൈഡിൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതുപോലെ എൽബോൻ്റെ അവിടെ നിന്ന് ഫിംഗർ ടിപ്പ് വരെ കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ഡിസൈൻ ഇതുപോലൊരു 25 മിനിറ്റ്സിൽ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തിരക്കുണ്ടെങ്കിലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സൊക്കെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള കാരണം ഞാനതും ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. അതിനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂട്യൂബിലും ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആംഗിളിൽ എടുത്തത് കേട്ടോ. കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഷോർട്സിലും ഞാൻ അങ്ങനത്തെ ട്രാൻസിഷൻ റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഹെന്നയിൽ അങ്ങനെ എങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഐഡിയ വരും കേട്ടോ. ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ അപ്പോയിൻമെൻറ്റ്സ് വരുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രൊഫഷണലായിട്ട് ക്ലയൻറ്റിൻ്റെയും അതുപോലെ ആർട്ടിസ്റ്റിൻ്റെയും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് നല്ല രീതിയിൽ ബുക്കിങ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അന്ന് രാത്രി 10 മണി വരെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റത്തെ ക്ലൈൻറ്റ്. ആ കുട്ടിക്ക് 2 കൈയും ഫ്രണ്ടും ബാക്കും ഉണ്ടായിരുന്നു. ലോട്ടസിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. 10 മണി വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര ഹെക്റ്റിക് ആയിട്ട് തോന്നിയില്ല. കാരണം ഒന്നാമത് ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് ചെയ്യുന്ന കാരണം നല്ല സ്പീഡായിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലയൻസിന് എടുക്കാൻ പറ്റും. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന കോൺസ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു ഹാഫ് അവറിൽ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഞാൻ കോൺസൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഹെന്ന സീലൻ്റ് ഉണ്ടാക്കാനുണ്ട്. ഇന്നലെ യൂസ് ചെയ്ത സീലൻ്റ് പകുതിയായിട്ടുണ്ടായി. അപ്പോൾ അത് തികയില്ല, 7 പേർക്കും കൂടെ യൂസ് ചെയ്യാൻ ഇനി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെമണും ഷുഗറും പിന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ. ലെമൺ ഞാനിതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്തിട്ട് ആവശ്യാനുസരണം അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. തിരക്കുള്ള സമയത്ത് ജസ്റ്റ് അത് ഐസ് ട്രേയിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് ഞാനിതുപോലെ നാരങ്ങയും പഞ്ചസാരയും സമാസം എടുത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. നമുക്ക് സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ കൊറിയറൊക്കെ അയക്കുന്ന കാരണം എപ്പോഴും ലെമണും ഷുഗറും വെള്ളവും മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിലുള്ള അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ പുറത്തിരിക്കുന്ന ആ ഒരു ഷെൽഫ് ലൈഫ് കൂടും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമുക്ക് ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഫ്രീസറിലും നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്പ്രേ ബോട്ടിൽ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് അലിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നിറയ്ക്കാം കേട്ടോ. പോവാനായപ്പോഴേക്കും അത് അലിഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ കോണൊക്കെ ഐസ് വിട്ടത് വെള്ളമൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് സിപ്പ് ലോക്കിലാക്കിയിട്ട് ബാഗിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുറത്ത് അപ്പോയിൻമെൻറ്റ്സിന് പോകുമ്പോൾ ഹെന്ന കോൺസും ഹെന്ന സീലൻറ്റുമാണ് കൊണ്ടുപോകാറ്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നല്ലോ, അതും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോയിൻമെൻറ്റ്സിന് പോകുമ്പോൾ. 6 മണിക്കാണ് ക്ലയൻറ്റ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ്സ് മുന്നേ തന്നെ എത്തി കേട്ടോ. കാരണം ഈ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ എത്തി. നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അവരുടെ ബാൽക്കണി നല്ല സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ അവർ ടിഷ്യൂ റോളും പില്ലോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് ആക്ച്വലി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 7 ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് എടുത്തൊരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവരെല്ലാവരും കൂടെ കൂടി അവരുടെ ഓഫീസിൽ നെക്സ്റ്റ് ഡേ ദീപാവലി സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഹെന്ന ചെയ്യാൻ തീരുമാനിച്ചത്. ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻസ് മാത്രമായിരുന്നില്ല കേട്ടോ. അവരുടെ ഓസി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വേറെ രാജ്യത്തുനിന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസിൽ, ഇവിടെ ഒരു മൾട്ടി കൾച്ചറൽ വൈബാണ്. അപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നും ചൈനീസിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സർക്കിളിൽ. അവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഹെന്ന ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരുടെയും ഹെന്നയൊക്കെ ഇട്ടിട്ട് ബാൽക്കണിയിൽ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ആ 2 ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. ഞാനും കർവാ ചൗത്ത് എൻജോയ് ചെയ്ത് അതേപോലെ തന്നെ ദീപാവലി ഹെന്ന ക്ലയൻസിന് ചെയ്ത് കൊടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ അസ്സലാമു അലൈക്കും.